നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ റവന്യൂ വകുപ്പും ഭവന നിർമ്മാണ വകുപ്പുമാണ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കൈകാര്യം ചെയ്യുന്നത്. ഈ വകുപ്പുകളിൽ താൻ തൻ്റെ ഊഴക്കാലത്ത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എന്തൊക്കെയാണ് അവിടെ തൻ്റെ മുൻഗണനകൾ എന്ന് അദ്ദേഹം ഏതാനും വാക്കുകളിൽ ഇപ്പോൾ വിശദീകരിക്കും. കേരളത്തിലെ റവന്യൂ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രിയായി അധികാരമേറ്റ ഏതാണ്ട് 70 ദിവസം മാത്രമേ ആയുള്ളൂ. ഈ 70 ദിവസവുമായി ഞാൻ ആ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഒട്ടേറെ വിഷയങ്ങൾ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. ഒരുപാട് പരാതികൾ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് എന്നതുകൊണ്ട് തന്നെ നിരന്തരമായി ഈ പ്രശ്നങ്ങൾ ഇനിയും ഉയർന്നു വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ വകുപ്പ് ഏറ്റെടുത്ത സന്ദർഭത്തിൽ ചില മാധ്യമ സുഹൃത്തുക്കൾ വന്ന് എന്നോടൊരു കാര്യം ചോദിച്ചു, എന്തിനാണ് ഇത്ര കുഴപ്പം പിടിച്ചൊരു വകുപ്പ് ഏറ്റെടുത്തതെന്ന്. ഞാൻ അവരോട് വളരെ ലളിതമായൊരു മറുപടി പറഞ്ഞു, വകുപ്പിനൊരു കുഴപ്പവുമില്ല, വകുപ്പിനല്ല കുഴപ്പം, പ്രശ്നം സങ്കീർണമായി പോകുന്നതാണ്, കൈകാര്യം ചെയ്തുണ്ടാകുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിലും നീതിപൂർവമായി, പ്രത്യേകിച്ച് വളരെ ഒരു മാനുഷിക പരിഗണനകൾ എടുത്തുകൊണ്ട്, അതേസമയം നിയമത്തിന് അകത്ത് നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ കർക്കശമായ നിലപാടുമായി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ വകുപ്പിനൊരു കുഴപ്പമുണ്ടാവില്ല. വകുപ്പ് മികച്ച വകുപ്പാണ്. ജനങ്ങളുടെ എല്ലാ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പാണ്. അതുകൊണ്ടത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്ന് അന്ന് പറഞ്ഞതുപോലെ ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വകുപ്പിൻ്റെ ഭാഗമായി വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഭൂരഹിതരായ ആളുകളുടെ വിഷയമാണ്. അവരെ ഒരു ഇന്നത്തെ നിലയിൽ വളരെ ചുരുങ്ങിയ ഭൂമിയെങ്കിലും ഉള്ള ഒരാളിന് മാത്രമേ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന അവസ്ഥയുണ്ട്. ഒരു വീട് വെക്കണമെങ്കിൽ ഭൂമി വേണം. പഞ്ചായത്തുകളിൽ നിന്നോ വിവിധ വകുപ്പുകളിൽ നിന്നോ വീടുകൾ അനുവദിച്ച് കിട്ടണമെങ്കിലും ഭൂമി വേണം. അപ്പോൾ ഭൂമിയില്ലാത്ത ആളുകൾ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കിടക്കുകയാണ്. ഭൂരഹിത കേരളം പദ്ധതി, ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ഒരു സങ്കല്പമൊക്കെ നല്ലതാണ്, നല്ല വിഭാവനം ചെയ്ത പദ്ധതിയാണ്. പക്ഷേ ആ പദ്ധതിയുടെ ഫലമായൊന്നും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇല്ലെന്ന് മാത്രമല്ല, കുറേ കൂടി സങ്കീർണമാവുകയും ചെയ്ത അവസ്ഥയും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഭൂരഹിതരായ ആളുകൾക്ക് പരമാവധി എങ്ങനെയാണ് ഒരു വീട് വെക്കാനുള്ള ഭൂമിയെങ്കിലും ലഭ്യമാക്കുക എന്നതിനായിരിക്കും മുഖ്യ പരിഗണന. അതോടൊപ്പം തന്നെ ഹൗസിങ്ങിൻ്റെ ചുമതല കൂടി വഹിക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിൽ ഇതെല്ലാം ഈ ഒരു 3, 4, 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ കഴിയുമെന്നല്ല. എങ്കിൽ പോലും ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും എന്ന ഒരു സങ്കല്പത്തിലേക്ക്, അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ കഴിയണമെന്നതാണ് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങളായിരിക്കും നടക്കുക. തീർച്ചയായും ആ സന്ദർഭത്തിൽ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമെന്ന നിലയിൽ ഭൂമി ലഭ്യമാക്കുന്നതിന് ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് ഭൂമിയെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുക, ഭൂമിയെ കണ്ടെത്താൻ കഴിയുക എന്ന വിഷയം കൂടി മുമ്പിലിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തുന്നത്. ഒരു തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമമായിരിക്കും ഉണ്ടാവുക എന്നതാണ് ചൂണ്ടിക്കാണിക്കാൻ. നമുക്ക് ഈ പരിപാടി ഇനി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിഥികൾക്ക് ഇടപെടാനുള്ള അവസരം. വിജയനുണ്ണി സാറിൽ നിന്ന് തന്നെ തുടങ്ങാം. എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ IT തന്നെ ഇപ്പോൾ ഇതിനകത്ത് ലാൻഡ് റവന്യൂ ഇതിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ലാൻഡ് ടാക്സ്, ബേസിക് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന നികുതി അടയ്ക്കാനുള്ള ഒരു സംവിധാനം ഇപ്പോഴേ അത് ഇന്നും ഈ 2016 ഓഗസ്റ്റ് മാസത്തിൽ പോലും അത് ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയതായിട്ട് എനിക്കറിവില്ല. മറിച്ച് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പഞ്ചായത്തുകളുടെ, മുനിസിപ്പാലിറ്റികളുടെയൊക്കെ ബിൽഡിംഗ് ടാക്സ്, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, ഇതെല്ലാം ഇപ്പോൾ ഓൺലൈനായിട്ട് കമ്പ്യൂട്ടറിൽ കൂടി നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത്, ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് അടക്കാം. ഒരു ഓഫീസിലും പോയിട്ട് അവിടെ ക്യൂ നിൽക്കുകയോ അവിടെ ഇടിച്ചു തള്ളുകയോ ജീവനക്കാരില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയോ ഒന്നും ചെയ്യാതെ. അപ്പോൾ എന്തുകൊണ്ട് ഈ നമ്മുടെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം വരേണ്ടതായിരുന്നു വാസ്തവത്തിലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് വന്നിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഉടനെ വരുത്താൻ പറ്റും. ഇപ്പോഴും ഈ IT ഇൻഫർമേഷൻ കേരള മിഷനൊക്കെ ആയിട്ട് IT-യിലെ വിദഗ്ധന്മാരുണ്ട്. വളരെ എളുപ്പത്തിൽ അതിനൊരു സോഫ്റ്റ്വെയറുമൊക്കെ ഉണ്ടാക്കിയിട്ട്
ഈ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അവർ ലോകത്തിൽ എവിടെ ഉണ്ടെങ്കിൽ പോലും അടയ്ക്കാനുള്ള ഒരു സൗകര്യമാവുന്ന വിധത്തിലാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ലുകളൊക്കെ ഇപ്പോൾ ഏകദേശം അങ്ങനെയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴേ വാസ്തവത്തിൽ മറ്റൊരു ഡെവലപ്മെൻറ്റ് ഞാൻ കണ്ടത്, പണ്ടൊക്കെ ഇത് ലാൻഡ് ടാക്സ്, ബേസിക് ടാക്സ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ എമൗണ്ടാണ്. അത് അടയ്ക്കാൻ എളുപ്പമല്ല എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ കുടിശ്ശിക വരും. ആളുകൾ മനഃപൂർവ്വമല്ല, അടയ്ക്കാനുള്ള പ്രയാസം കാരണം കുടിശ്ശിക വരുന്നു. അത് പക്ഷേ എപ്പോഴെങ്കിലും സാധിക്കുന്ന സമയത്ത് കൊണ്ടുപോയി അടച്ചാൽ അതോടുകൂടി ആ കൊല്ലം വരെയുള്ളത് അപ് ടു ഡേറ്റ് ആവുന്നു ടാക്സ്. അപ്പോൾ അവരവരുടെ രേഖകളെ അപ് ടു ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. മറിച്ച് ഇപ്പോഴും ഈ അടുത്ത കാലത്താണെന്ന് തോന്നുന്നു, എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല, പക്ഷേ ഈ ടാക്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെയധികം വർദ്ധിച്ചു, എത്രയോ ഇരട്ടി മടങ്ങ് ആക്കിയെന്ന് തോന്നുന്നു. അതിന് പിഴയും ഇൻട്രസ്റ്റും എല്ലാം കൂടി അടയ്ക്കാതിരിക്കുന്ന കുടിശ്ശികയൊക്കെ വരിക, ഇങ്ങനെയൊക്കെ ശരിക്കുള്ള ഒരു ഷൈലോക്കിയൻ സമീപനമാണ് ഇന്നിപ്പോൾ വന്നതായിട്ട് മനസ്സിലാവുന്നത്. അത് വാസ്തവത്തിൽ അതൊരു ജനസൗഹൃദമായിട്ടുള്ള ഒരു സമീപനമേ അല്ല. ജനങ്ങൾ അടയ്ക്കാത്തത് അവരുടെ തന്നെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുകൊണ്ടാണ്. പിന്നെ ഇത് വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിപ്പോൾ പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ ബിൽഡിംഗ് ടാക്സ് പോലെ അതിൻ്റെ വാല്യൂ കണക്കാക്കിയിട്ട് ആനുവൽ വാല്യൂ കണക്കാക്കിയിട്ട് ടാക്സ് കൂട്ടുക എന്നുള്ളത് ആ ബിൽഡിംഗ് ടാക്സിനുള്ള ഒരു അടിസ്ഥാന തത്വമാണ്. അല്ലാതെ ലാൻഡ് അതിൻ്റെ വാല്യൂ അനുസരിച്ച് കൂട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പം മിനിസ്റ്റർക്ക് പ്രത്യേകിച്ച് അതിൽ സമ്മർദ്ദം വരാൻ പോകുന്നത് ധനകാര്യ വകുപ്പിൽ നിന്നുമൊക്കെ ആയിരിക്കും. നമുക്ക് റവന്യൂ വേണം, അതുകൊണ്ട് വർദ്ധിപ്പിക്കണം. അപ്പോൾ അവർ ഇതേവരെ ഇത് തൊട്ടിട്ടില്ല എന്ന് കാണുമ്പോൾ വളരെ ഇതൊരു വലിയ ഒരു സ്വർണ്ണഖനിയാണെന്നുള്ള മട്ടിലാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വാസ്തവത്തിൽ ഇത് ഒരു ടാക്സേ അല്ല, അതൊരു ചെറിയൊരു വരുമാനമാണെന്നുണ്ടെങ്കിൽ പോലും ആ ഭൂമിയിന്മേലുള്ള ജനങ്ങളുടെ ഭൂവുടമസ്ഥൻ്റെ അവകാശം സ്ഥാപിക്കാനുള്ള ഒരു രേഖയാണത്. അപ്പോൾ ടാക്സ് നികുതി അടച്ചു കഴിഞ്ഞാൽ, റെസീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ ഭൂമിയുടെ അവകാശം കിട്ടി എന്ന് കാണിക്കാനുള്ള വളരെ എവിടെയും കൃഷിയാണെങ്കിൽ എവിടെയാണെങ്കിലും അതിന് ടാക്സ് അടച്ചതിന് റെസീറ്റ് കൊണ്ടുപോകാനാണ് അവർ പറയുന്നത്, സഹായധനത്തിനും മറ്റുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ പാടില്ല, അതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ അടുത്ത കാലം വരെ നിലനിന്നിരുന്ന ആ ഒരു നാമമാത്രമായിട്ടുള്ള അല്ലെങ്കിൽ അതിനൊരു പേരിനുള്ള ഒരു തുക എന്നുള്ളത് അത് തിരിച്ചതിലേക്ക് കൊണ്ടുവരണമെന്നും ഏറ്റവും പ്രധാനമായിട്ട് അത് അപ് ടു ഡേറ്റ് ആയിട്ട് അടക്കാനായിട്ട് എല്ലാ ഭൂ ഉടമകൾക്കും ഓൺലൈനായിട്ട് അടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ അങ്ങ് ശ്രമിക്കുകയാണെങ്കിൽ അതൊരു വലിയ സേവനമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനായ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം, ഈ ഓൺലൈനായി നികുതി കരമടക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉൾപ്പെടെ നടപ്പാക്കാൻ പോവുകയാണ്. ഈ ഡിസ്ട്രിക്ട് സംവിധാനം ഇപ്പം നിലവിൽ വന്ന് കഴിഞ്ഞതാണ്. നമ്മുടെ വില്ലേജ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി ഈ കരമടക്കൽ ഉൾപ്പെടെയുള്ളത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നു. പല പ്രദേശങ്ങളിലും അതിനുള്ള സാധ്യതകൾ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും മറ്റെല്ലാ രംഗങ്ങളിലും ഉള്ളതുപോലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് ചെയ്താൽ വലിയ സഹായമായിരിക്കും. പലരും നാമമാത്രമാണെങ്കിലും ഈ കരമടക്കുന്നതിന് വേണ്ടി പലപ്പോഴും ഓഫീസുകളിൽ പോകേണ്ടി വരിക, പോയാൽ അവിടെ തന്നെ അന്ന് വില്ലേജ് ഓഫീസറോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ഇല്ലാതിരിക്കുക, മറ്റൊരു ദിവസം വീണ്ടും പോകേണ്ടി വരിക. അതിനെ തുടർന്നുണ്ടാകുന്ന പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പുറത്ത് നിൽക്കുകയാണ്. പിന്നെ തീർച്ചയായും അവർക്ക് ആ ഭൂമിയിലുള്ള അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിന് എവിടെയും ഉപയോഗിക്കാവുന്നതാണ് കരമടച്ച റെസീറ്റ് എന്നുള്ളത് കൊണ്ട് അതിനുവേണ്ടി അവർ പെടാപാടുപെടുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സ്ഥിതി പരിഹരിക്കാൻ തീർച്ചയായും ഈ സംവിധാനം കൊണ്ട് കഴിയും. അത് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത് ഈ കരം നമ്മുടെ നാമമാത്രമായിരുന്നു. എനിക്ക് തന്നെ തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ആ പൈസയ്ക്ക് തന്നെ വിലയില്ല. 2 നയാ പൈസയായിരുന്നു ഒരു സെൻറ്റിന്. എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിന് 2 രൂപ മാത്രമായിരുന്നു അതിനുണ്ടായിരുന്ന നമ്മുടെ കരം, ബേസിക് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് അല്പം ഒരു വർധനമുണ്ടായിട്ടുണ്ട്. വർധനമെന്ന് പറഞ്ഞാൽ വലിയ അളവിലുള്ള ഒരു വർധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ പൈസയുടെ മൂല്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ വർധനമായിട്ടാണ്. എന്നാൽ തീർച്ചയായും ഏറ്റവും കൂടുതൽ നമുക്ക് ഭൂവുടമകൾ എന്ന് പറയുന്ന ഭൂവുടമ എന്ന പ്രയോഗത്തിൽ പെടുമെങ്കിലും പഴയ ഭൂവുടമ സങ്കല്പമല്ല. 10 സെൻറ്റിൻ്റെയും ഉടമയാണ്. അവർക്ക് ഇന്ന് കൊടുക്കുന്നതിന് വളരെ വലിയ ഒരു സംഖ്യയായി അത് വരുന്നില്ലെന്നാണ് തോന്നുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു വലിയ ആക്ഷേപം ഉയർന്നു വന്നാൽ അതുകൂടി പരിശോധിക്കാവുന്നൊരു കാര്യമാണ്, അതിലൊന്നും തർക്കമില്ല. പൊതുവെ പറഞ്ഞാൽ നമ്മുടെ ബേസിക് ടാക്സ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുൻ ചീഫ് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഒരു കാര്യം ഉറപ്പുള്ളതാണ്, മറ്റേതെങ്കിലും അതിൽ നിന്ന് കൂടുതൽ വരുമാനമുണ്ടാകുന്നൊരവസ്ഥ ഒരു ഭൂമിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഒരു കാർഷിക വിളവുണ്ടെങ്കിൽ അഗ്രികൾച്ചർ ടാക്സ് ഉണ്ടാകാം,
അതിന് വേറെ സംവിധാനം ഉണ്ടാകും. അപ്പോൾ ഭൂമിയുടെ മേലെ കൂടുതൽ കൂടുതൽ ഭാരമേൽപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വികാരം പൊതുവിൽ ഉയർന്നു വരികയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നമസ്കാരം, എൻ്റെ പേര് കിഷോർ. ഞാൻ കടകപ്പള്ളി ഭൂമി തട്ടിപ്പ് കേസ് ഹൈക്കോടതിയിൽ നടത്തിയ ഒരാളാണ്. അപ്പോൾ ഈ ഭൂമി തട്ടിപ്പിനെ പറ്റിയാണ് എനിക്ക് ബഹുമാനപ്പെട്ട മിനിസ്റ്ററിനോട് സംസാരിക്കാനുള്ളത്. കാരണം നമ്മളെ നാട്ടിൽ ഈ വില്ലേജ് വഴിയാണ് എല്ലാ ടൈപ്പിലുള്ള ഭൂമി തട്ടിപ്പുകളും ഉറവിടം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാത്തിൻ്റെയും. അപ്പം അങ്ങനെയുള്ള ഭൂമി തട്ടിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വില്ലേജിലുള്ള രേഖകൾ ഒന്നും പ്രിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. എല്ലാം പഴകിയ രേഖകളും റീസർവേ നടക്കാത്തതും പല വില്ലേജുകളുടെയും ശോചനീയാവസ്ഥ വളരെ മോശമാണ്. മഴ വന്നാൽ വെള്ളം ഒലിക്കുന്നതും ആർക്കെങ്കിലും രേഖകൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്ത് അകത്ത് കയറി രേഖകൾ തിരിമറി നടത്താനുള്ള സംവിധാനമുള്ള ടൈപ്പുള്ള വില്ലേജ് ഓഫീസുകളും സുരക്ഷിതമല്ലാത്ത വാതിലുള്ള വില്ലേജ് ഓഫീസാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പം എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചോദിക്കാനുള്ളത്, ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഭൂമി തട്ടിപ്പ് കേസുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളെ രേഖകൾ റീസർവേ നടത്തി ശക്തമായ സുരക്ഷയിൽ പ്രിസർവ് ചെയ്ത് വെക്കാനുള്ള ഒരു സമുദായം നിലവിൽ ഇനി സാറിൻ്റെ ഇപ്പോഴുള്ള സമയത്ത് കൊണ്ടുവരാൻ സാർ ഉദ്ദേശിക്കുന്നുണ്ടോ? 2, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ പല വസ്തുക്കളുടെയും മുൻകാല രേഖകൾ കിട്ടുന്നുണ്ട്. അതിൽ പല രേഖകളും ഇപ്പോഴും പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കാതെ രേഖകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ സർവേ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ ആ രേഖകൾ ഭാവിയിലെ തലമുറയ്ക്ക് വേണ്ടി, ഭാവിയിൽ എന്തെങ്കിലും വസ്തുസംബന്ധമായ ഹിസ്റ്ററി അറിയാൻ വേണ്ടി ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നാലും പല രേഖകളും ഇപ്പോഴും കിട്ടാറില്ല. സർവേ ഡിപ്പാർട്ട്മെൻറ്റ് അത് പ്രിസർവ് ചെയ്ത് വെക്കണം എന്നുള്ളൊരിതുണ്ട്. പക്ഷേ രേഖകൾ പോയിട്ട് വരുന്ന അപേക്ഷകരുടെ രേഖകൾ പൊടിഞ്ഞു പോയെന്ന് പറഞ്ഞ് വിടുന്ന ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട് നിലവിൽ. അപ്പം അങ്ങനെ ഇപ്പോൾ ഈ ഭൂമി തട്ടിപ്പ് അങ്ങനെ പല ആൾക്കാരായിട്ട് കൂടി വരുന്നൊരവസ്ഥയാണ്. അപ്പോൾ സാറിന് ഈ ഒരു പ്രശ്നത്തിൽ എങ്ങനെയാണ് സാറിൻ്റെ ഒരു ഇതിൽ ഇടപെടൽ കൊണ്ടുവരാനും, പിന്നെ മൂന്നാമത്തെ ഒരു ഇഷ്യൂ കൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്, ബാംഗ്ലൂർ എന്നീ സംസ്ഥാനങ്ങളിൽ ലാൻഡ് ഗ്രാബിംഗ് കോർട്ടുകളുണ്ട്. കേരളത്തിൽ ഈ മൾട്ടിപ്ലൈ ലാൻഡ് ഗ്രാബിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കൂടുതലായിട്ട് പോലും ഒരു ലാൻഡ് ഗ്രാബിംഗ് കോടതി കൊണ്ടുവരാൻ തമിഴ്നാടോ കർണാടകയോ പോലുള്ള സംസ്ഥാനങ്ങളിലുള്ള പോലെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും സാറിനൊരു നിർദ്ദേശം ഉണ്ടോ? ഇവിടെ താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രേഖകളുടെ സുരക്ഷിതത്വമാണ്. തീർച്ചയായും ഈ നമ്മുടെ സാങ്കേതിക വിദ്യയൊക്കെ പുരോഗമിച്ചിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സിൻ്റെ ഡയറക്ടറേറ്റിൽ താങ്കളൊന്ന് പോകുന്നത് നന്നായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ചുമതല ഏറ്റെടുത്ത ഉടനെ തന്നെ ഞാൻ അവിടെ സന്ദർശിക്കേണ്ടായി. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുകയാണ്. രേഖകൾ സുരക്ഷിതമായി ഡിജിറ്റൈസ് ചെയ്ത് വെക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ നടക്കുകയും ഒരുപാട് രേഖകൾ അങ്ങനെ തയ്യാറാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ രേഖകൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനുവേണ്ടിയുള്ള തുടക്കം കുറിക്കുകയും അത് വളരെ ഭംഗിയായി എന്ന് പറഞ്ഞാൽ രാജഭരണകാലത്തുള്ളത് ഉൾപ്പെടെയുള്ള സകലമാന രേഖകളും ഇപ്പോൾ ഡിജിറ്റൈസ് ചെയ്ത് യാതൊരു തരത്തിലും കേടുകൂടാത്ത വിധം സൂക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വില്ലേജ് തലത്തിലേക്ക് വ്യാപിപ്പിക്കും. അല്ല, ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ ജില്ലകളിലേക്ക് ഇപ്പോൾ വരികയാണ്. പിന്നെ ഭൂമി തട്ടിപ്പ് ഈ രേഖകൾ ഇങ്ങനെ പോകുന്നത് കൊണ്ട് മാത്രം നടക്കുന്നതല്ല. ഭൂമി തട്ടിപ്പൊക്കെ ഒരു എന്താ പറയുക, അതിനുള്ള ഒരു വാസനയുള്ള ഒരു വിഭാഗം ആളുകൾ നടത്തുന്നൊരു ഏർപ്പാടാണ്. ഏതെങ്കിലും രേഖയില്ലാത്തതിൻ്റെ വിഷയം കൊണ്ട്, രേഖയുടെ സുരക്ഷിതത്വമില്ലായ്മ കൊണ്ട് മാത്രമല്ല, അതിന് പ്രത്യേക വാസനയുണ്ട്. അതിന് സഹായിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഉണ്ടാകുന്നത് കൊണ്ടാണ്. അവരെയൊക്കെ കണ്ടെത്താനാണ് ഇപ്പോൾ CBI അന്വേഷണം നടക്കുന്നു. ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു, നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഹൈക്കോടതിയിൽ കേസുണ്ട്, ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സബ് ജുഡീസ് ആവേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ വക കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഏതായാലും ഈ പറയുന്ന രേഖകൾ സുരക്ഷിതമായി വെക്കുക, അതിനാവശ്യമായ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കേണ്ടതാണ്. അതിന് വകുപ്പ് തയ്യാറാണ്. എല്ലാ തലങ്ങളിലും എത്തിക്കണമെന്ന് തന്നെയാണ്. ഈ വില്ലേജിലുള്ള രേഖകൾ അതുപോലെ താങ്കൾ സൂചിപ്പിച്ച കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഒക്കെ ഉണ്ടെന്ന് പറയുന്ന ഇത്തരം ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളും കേസുകളും കോടതികളും എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക സംവിധാനത്തെക്കുറിച്ച് അത്രമാത്രമൊന്നും ഇവിടെ ഇല്ല. എനിക്ക് തോന്നുന്നത് ഇത് കേരളത്തിൽ തന്നെ കടകംപള്ളിയാണ് ഒരു വലിയ ഭൂമി തട്ടിപ്പ് കേസായി കാണുന്നത്. എന്ന് പറഞ്ഞാൽ അപൂർവം ചിലതൊക്കെ കാണും. പക്ഷെ അതിനു വേണ്ടി മാത്രം കോടതികൾ ഉണ്ടാക്കാൻ തക്കവണ്ണം
ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്ത 5 വർഷമാണ് നമ്മളിപ്പോൾ കണ്ടതായിട്ട്. ഞാൻ രാഷ്ട്രീയം പറയുന്നതായിട്ട് വിചാരിക്കരുത്. ഞങ്ങളെപ്പോലത്തെ സംഘടനകൾക്ക് ഒരു സർക്കാരിനെതിരെ പരിസ്ഥിതിയുടെ പുറത്ത് ഒരു കുറ്റപത്രം തന്നെ ഇറക്കേണ്ടി വന്ന CPIയുടെ തന്നെ ജനയുഗത്തിൽ അത് സമ്പൂർണ്ണമായും പബ്ലിഷ് ചെയ്ത് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്ന ഒരു ഗതികേട് നമുക്കും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല. അത്ര മോശമായിട്ടാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യപ്പെട്ടത്. അവസാന കാലങ്ങളിൽ നമുക്ക് ആ കടുംവെട്ട് ക്യാബിനറ്റിനെ കുറിച്ചൊക്കെ നമ്മളെല്ലാം പറഞ്ഞ് നമ്മളൊക്കെ തന്നെ അതിനകത്ത് ഒരുപാട് പങ്കെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം കാതലായിട്ട് വരുന്നത്, നമുക്കൊരു ലാൻഡ് യൂട്ടിലൈസേഷൻ ഓർഡറുണ്ട്, നമുക്ക് അസൈൻമെൻറ്റ്സ് ആക്ട് ഉണ്ട്, അതിനുശേഷം പിന്നെ നെൽവയൽ നീർത്തട സംരക്ഷണവുമായിട്ട് വന്ന നിയമമുണ്ട്. ആ നിയമം 2008 വന്നതിന് ശേഷം ഇത്രയും വ്യാപകമായി അട്ടിമറിക്കപ്പെട്ട വേറൊരു നിയമമില്ല. ഇത് നമ്മുടെ ഭൂമിയെ, നമ്മുടെ നെൽവയലുകളെ സംരക്ഷിക്കാൻ വേണ്ടി വന്ന നിയമമാണ്. കേരളത്തിന് ഒരു ഭൂനയമില്ല. അപ്പോൾ ഇതിന് മുമ്പ് വന്ന ഇടത് സർക്കാർ ഒരു ഭൂനയം ഉണ്ടാക്കാനായിട്ട് ഞങ്ങളടക്കമുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ വളരെ കാര്യമായി 2 വർഷത്തോളം പ്രവർത്തിച്ചിട്ട് ആ ഭൂനയം ഉണ്ടാക്കുകയും ചെയ്തിട്ട് അത് പിന്നെ പാസ്സാക്കാനും കഴിഞ്ഞില്ല, അത് മുമ്പോട്ട് കൊണ്ടുവന്ന് ചർച്ച ചെയ്യാനും കഴിഞ്ഞില്ല. ഒരു ഭൂനയത്തിൻ്റെ ആവശ്യമുണ്ട്. 2, ഒരു ലാൻഡ് യൂസ് ആക്ടിൻ്റെയും ആവശ്യമുണ്ട്. ഭൂമി വിനിയോഗത്തിന് വേണ്ടി ഒരു നിയമം നിർമ്മാണത്തിൻ്റെ ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ വരുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് അനുഭവമുള്ള കാര്യമാണ്, ഇത്രയും 4000 ക്വാറികൾ നടക്കുകയാണ് കേരളത്തിൽ. ഒരു 5 വർഷം, താങ്കളുടെ 5 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ കുന്നുണ്ടാവില്ല. ഇത്രയും വികസനം വരുന്നുണ്ട്. ആ വികസനത്തിന് മൊത്തമായിട്ട് നമുക്കിപ്പോൾ വികസനം സങ്കല്പിക്കുന്ന ഒരു വശത്താണ്, മറ്റൊരു വശത്ത് ഇതിനുള്ള വിഭവം ഉണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോഴെവിടെയാണ് നോക്കുന്നത്? റവന്യൂയുടെ കയ്യിലിരിക്കുന്ന ഭൂമി എങ്ങനെ പൊളിച്ചെടുത്ത് ഇവിടെ കൊണ്ട് തട്ടാമെന്നാണ് നോക്കുന്നത്. കടലിലേക്ക് എന്തുമാത്രം കല്ലാണ് കളഞ്ഞുകൊണ്ട് 3 മാസം മുമ്പ് മുതലപ്പുഴയിൽ ഇട്ട കല്ല് ഇന്ന് അവിടെ കാണുന്നില്ല. അപ്പോൾ ഇത് മൊത്തം ഇവിടുന്നാണ് വരുന്നത്. അപ്പോൾ ഭൂനയത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും എന്തുമാത്രം ഭൂമി നമുക്ക് വിനിയോഗിക്കാൻ ഉള്ള രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം, ഏതാണ് കൃഷിഭൂമി, ഏതാണ് വയൽ, ഏതാണ് കുന്നുകൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതല്ലേ എങ്കിൽ അതിനുള്ള നിയമം, ഇതൊന്നും തന്നെ കേരളത്തിൽ ഇന്ന് നിയമമില്ല. അപ്പോൾ എൻ്റെ ഒരു ചുരുങ്ങിയൊരു ആദ്യത്തെ ഒരു പ്രതികരണം നിലയ്ക്ക് എനിക്ക് താങ്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഒരു വിഷണറി ആയിട്ട്, കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം, ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പ്രശ്നത്തിനടക്കം ഒരു പരിഹാരം ഉണ്ടാകുന്നതിൻ്റെ 1-ാം പടി എന്ന് പറയുന്നത് നമുക്കൊരു ഭൂനയം ഉണ്ടാവണം, ഒരു ഭൂവിനിയോഗ നിയമം ഉണ്ടായിട്ട്, നയം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, നയം വെറും വാചകമടിയായിട്ട് മാറാം. ഭൂവിനിയോഗ നിയമവും ഉണ്ടാവണം. ആ നിയമം കൊണ്ട് കേരളത്തിന് നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, ഈ പറഞ്ഞ നിയമങ്ങളും അതേപോലെ ഇപ്പോൾ മാറി വരുന്ന ഈ ക്ലൈമറ്റ് ചേഞ്ച് അടക്കമുള്ള വിഷയങ്ങൾ, അതേപോലെ തന്നെ വിഭവങ്ങൾ ആവശ്യമുള്ള ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ വിഭവങ്ങൾ എന്തുമാത്രം കൊടുക്കാമെന്നുള്ള ഒരു കണക്കുമൊക്കെ വെച്ചുകൊണ്ടൊരു നയത്തിൻ്റെയും അതുപോലെ നിയമത്തിൻ്റെയും ആവശ്യമില്ലേ? അത് താങ്കളിൽ നിന്നും ഈ നാട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും കൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടെ താങ്കൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഒരു സെൻട്രൽ ആക്ട് ഇപ്പം നിലനിൽക്കുകയാണ്. സ്വാഭാവികമായി എല്ലാവർക്കും അറിയാവുന്നതാണ് യൂട്ടിലൈസേഷൻ്റെ കാര്യത്തിൽ യൂസ് ചെയ്യുന്ന ലാൻഡ് യൂസ് ആക്ട്. പിന്നെ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയേണ്ട ഒരു കാര്യം, താങ്കളിപ്പോൾ ഇവിടെ നിർദ്ദേശിച്ചതുപോലെ വയൽ തണ്ണീർത്തട നിയമം 2008 വന്നു, 2016 അതിനിടയിൽ തന്നെ അന്നുണ്ടായിരുന്നതിൽ ഒരുപാട് നിലങ്ങൾ നികത്തപ്പെട്ടു, ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സ്വാഭാവികമായും കൂടുതൽ വർദ്ധിച്ചു വരുന്നു അതുകൊണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കഴിഞ്ഞ കാലത്ത് അതിന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ വളരെ വ്യാപകമായി ആ നിയമത്തെ എന്താ ചെയ്യുക, നിയമം അങ്ങനെ ഒരു നിയമമുള്ളതായി പോലും ഭാവിക്കാത്ത വിധത്തിലുള്ള നടപടികളുണ്ടായി. അവസാന നിമിഷം 2015 ഒരു ഫിനാൻസ് ബില്ലിൻ്റെ കൊണ്ടുവന്ന് ആ ഇന്നോളം ഉള്ളതെല്ലാം 2008 വരെയുള്ളതെല്ലാം റെഗുലറൈസ് ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചു. പക്ഷേ അതിനെ തുടർന്നുള്ള അധികം കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു, കലക്ടറുടെ അടുത്ത് അപേക്ഷ കൊടുക്കുക, 500 രൂപ അടച്ച് അപേക്ഷ കൊടുത്ത ഒരുപാട് ആയിരക്കണക്കായ ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു പുറത്ത് അതിന് എവിടെയും എത്തിക്കാൻ കഴിയാത്ത വിധം ഇപ്പോൾ എന്ത് തന്നെയായാലും ആ അവസ്ഥയിൽ മാറ്റം വരുത്തണമെന്ന് പുതിയ ഗവൺമെൻറ് തീരുമാനിക്കുകയും അതുകൊണ്ട് അതിന് യാതൊരു തരത്തിലുള്ള സ്വീകാര്യതയുമില്ല എന്ന നിലയിൽ ബഡ്ജറ്റ് വരുന്ന സമയത്ത് തന്നെ
അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ എന്നാലും ഇനിയൊരു ബില്ല് കൊണ്ടുവന്ന് വേണം അതിനെ തടയാൻ. അതിൻ്റെ തുടർ നടപടികൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് ചെയ്യുമ്പോൾ മറ്റു പുറത്ത് വളരെ വ്യാപകമായി ആളുകൾ ഇത് നിലവിലുള്ള നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഭൂമി നികത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അത്തരം നികത്തൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ തത്സമയം ഇടപെടാനും പരമാവധി പ്രതിരോധിക്കാനുമുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം കണ്ടത്, ഈ കുന്നിടിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലും അത്ര പോലും റവന്യൂ വകുപ്പിന് ഇടപെടാൻ കഴിയാത്ത വിധം ചില പ്രത്യേക തീരുമാനങ്ങളും 2015 അവസാനത്തോടെ മൈനർ മിനറൽ മൈനിങ് അങ്ങനെ ഒരു പുതിയ ഇതുകൂടി നിയമം കൂടി അതിൻ്റെ ഭാഗമായി ഇറക്കി ഇപ്പോൾ ഏതാണ്ട് ജിയോളജി വിഭാഗത്തിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലേക്ക് ഇതെല്ലാം മാറിപ്പോവുകയാണ്. അപ്പോൾ ഈ ശ്രദ്ധയിൽപ്പെട്ട ഞങ്ങൾ അപ്പം തന്നെ കലക്ടറെ വിളിക്കും, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിക്കും, വില്ലേജ് ഓഫീസറെ വിളിക്കും, അത് തടയാൻ പറയും. തടഞ്ഞാൽ ചിലപ്പോൾ വണ്ടി പിടിച്ചു വെക്കും. അപ്പോഴും ആ നിയമത്തിൻ്റെ പരിരക്ഷ കൊണ്ട് രക്ഷപ്പെടുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകുന്നുണ്ട്. അതും ഈ കഴിഞ്ഞ ഗവൺമെൻറ് ഒരു എന്താ പറയുക, അവർ ചെയ്തു വെച്ചിട്ടുള്ളൊരു ദുരന്തമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ ആവശ്യമായ വിധത്തിൽ ഇനി ആവശ്യമായ നിയമപരമായ പരിരക്ഷ അതിന് നമ്മൾ നൽകേണ്ടി വരും. ഈ കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് ഒരു വില്ലേജ് ഓഫീസിന് തീ വെച്ച ഒരു സംഭവം നമ്മളെല്ലാം വാർത്തയായിരുന്നു. നമ്മളെല്ലാവരും ടി വിയിലും മറ്റുള്ള മീഡിയകളിലും കണ്ടതാണ്. അത് നമ്മൾ അവലോകനം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുടിയേറ്റ മേഖലകളിൽ മുഴുവനും ആൾക്കാർ കയറി താമസിച്ചിട്ട് ഇന്ന് അവർക്ക് വസ്തുവിൻ്റെ ഒരു പ്രമാണം വെച്ച് ബാങ്കിൽ നിന്ന് ഒരു ലോൺ പോലും എടുക്കാൻ വയ്യാത്ത ഒരു സ്ഥിതി വിശേഷമാണ്. കാരണം കഴിഞ്ഞ ഗവൺമെൻറ് ഇരുന്നപ്പോഴും ഈ കസ്തൂരിരംഗൻ വന്നപ്പോൾ അതിനോട് ശരിയായിട്ട് പ്രതിനിധാനം ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കാരണം ഇതിൻ്റെ എക്സ്റ്റൻഷൻ തമിഴ്നാട്ടിലുണ്ടെങ്കിൽ ആ വസ്തു എക്സംപ്റ്റഡാണ്. കേരളത്തിൽ ഇത് കസ്തൂരിരംഗനിപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ കുടിയേറ്റ മേഖലകൾ മുഴുവനും വളരെയധികം ദാരിദ്ര്യവും പ്രതിസന്ധിയില്ല. കാരണം റബ്ബറിന് വിലയില്ല. അവർക്ക് ഈ പ്രമാണം ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് ലോൺ എടുക്കാൻ പറ്റുന്നില്ല. ഇനി മിനിസ്റ്ററുടെ നേതൃത്വത്തിലെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടുപിടിക്കണം. ഈ കുടുംബങ്ങളെ മുഴുവൻ രക്ഷിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ പലരും ആത്മഹത്യ വക്കീലാണ് നിൽക്കുന്നത്. നാട്ടിൻപുറത്ത് പോയി ഈ കുടിയേറ്റ മേഖലകളിൽ മിനിസ്റ്റർ ഒന്ന് സന്ദർശനം ചെയ്താൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. 1. 2, എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഫ്ലാറ്റുകൾ വന്നതിന് ശേഷം ഒത്തിരി സ്ഥലങ്ങൾ മറ്റുള്ള രീതിയിലേക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ FSI റേഷ്യോ കൂട്ടിയിട്ട് കൂടുതൽ നിലകൾ പണിയാനുള്ള സംവിധാനം കൊണ്ടുവരികയും അതിനുള്ള ഈ മേടിക്കുന്ന ഫ്ലാറ്റ് പണിയുന്നവർ മേടിക്കുന്ന പൈസകളിൽ ഒരു കൺട്രോൾ ഏർപ്പെടുത്തുകയും ചെയ്താൽ കൂടുതൽ വനമേഖലകൾ ഉണ്ടാകാൻ സഹായിക്കും. ആൾക്കാർ തിങ്ങി ഫ്ലാറ്റുകളിൽ തന്നെ പാർക്കും. അത് സഹായകമായിരിക്കും ഗ്രീൻ ബെൽറ്റ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രണ്ടും ഗവൺമെൻറ് ആലോചിച്ചിട്ട് വേണ്ട ഒരു സത്വര നടപടി എടുത്താൽ കൊള്ളാം. താങ്കൾ പറയാൻ തുടങ്ങിയപ്പോൾ വെള്ളറട വില്ലേജ് ഓഫീസിൻ്റെ കാര്യമാണ് സൂചിപ്പിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ പിന്നെ അങ്ങ് EFLലേക്ക് പോയി വളരെ പെട്ടെന്ന്. അപ്പോൾ അത് രണ്ടും തമ്മിൽ എനിക്ക് ഒരു വലിയ സംശയമുണ്ടായി. അദ്ദേഹം കയറി നടന്ന് മടുത്തിട്ട് അവസാനം ശരണം കെട്ടിട്ടാണ് അതിന് തീ വെച്ചത് എന്ന് എല്ലാ മീഡിയ റിപ്പോർട്ട് ചെയ്തത്. അതെ, അദ്ദേഹത്തിൻ്റെ രേഖ കണ്ടെത്താതെ അദ്ദേഹം പലതവണ വന്നു, ഓഫീസിൽ നിരന്തരം പോയി. അതിൽ ഒരു പരിഹാരവും കാണുന്നില്ലെന്ന് കാണുമ്പോൾ അദ്ദേഹം കാണിച്ചൊരു സാഹസികതയായിട്ട് വേണം അത് കാണാൻ. അതിനൊരു ന്യായീകരണവുമില്ല. സർക്കാർ ഓഫീസിന് തീ വെച്ചുകൊണ്ട് പ്രശ്നപരിഹാര നിവൃത്തി ഉണ്ടാകുമെന്ന് ശരിയില്ല. പക്ഷേ തീരുകയും ചെയ്തു. അല്ല, ഞാൻ പറയാൻ പോകുന്നത് അതൊരു സാഹസികത, ഒരു വലിയ സാഹസികത. പക്ഷെ വിഷയം ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രേഖ എവിടെയെങ്കിലും നഷ്ടപ്പെട്ടതല്ല. അതൊരു കൈകാര്യം ചെയ്തതിൽ നേരത്തെ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തതിൽ ഉണ്ടായിട്ടുള്ള ഒരു തികഞ്ഞ അശ്രദ്ധയാണ്, അനാസ്ഥയാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു 70 ദിവസമേ ആയുള്ളൂ. പക്ഷേ ആ ചുമതല ഏറ്റെടുത്ത ഉടനെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്ന വാർത്ത ഇതായിരുന്നു. സ്വാഭാവികമായും ആ വിഷയം പഠിക്കാനും ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്താനും നമ്മുടെ നെയ്യാറ്റിൻകര താലൂക്ക് തഹസിൽദാർ, അഡീഷണൽ തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി വിഷയങ്ങൾ ചർച്ച ചെയ്ത് അവരെല്ലാം വലിയ ദീർഘമായ ചർച്ചയ്ക്ക് ശേഷവും
കൈമലർത്തുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. എവിടെയും കണ്ടെത്താൻ കഴിയില്ല എന്ന മട്ടിലാണ്. പക്ഷേ അതിനുശേഷം ചില നടപടികൾ സ്വീകരിച്ചു. റവന്യൂവിലെ നമ്മുടെ ഒരു വിജിലൻസ് സംവിധാനമുണ്ട് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ. ആ റവന്യൂ വിജിലൻസ്, സർവേ ഡിപ്പാർട്ട്മെൻറ്റിലൊരു വിജിലൻസ് സംവിധാനം, ഇവരെയൊക്കെ അയച്ച് രേഖകൾ പരിശോധിപ്പിച്ച് അത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് രേഖകളില്ലാത്തതല്ല, പലപ്പോഴും ആ രേഖകളെ കണ്ടെത്തുന്നതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചിലപ്പോൾ കാണിക്കുന്ന അനാസ്ഥയാണ്. എല്ലാ ഉദ്യോഗസ്ഥരെയും അങ്ങനെയല്ല, എല്ലാ ഓഫീസുകളും അങ്ങനെയല്ല. എവിടെയെങ്കിലും ചിലപ്പോൾ ഇത്തരം ചില വിഷയങ്ങൾ വരുന്നു, പക്ഷെ അതിനൊരു ന്യായീകരണവുമില്ല. യാതൊരു കാരണവശാലും അത്തരം നിലപാട് സ്വീകരിക്കാൻ പാടില്ല. അതിന് അദ്ദേഹത്തിന് പിന്നീട് വൈകിയാണെങ്കിലും ഇത് കൊടുക്കാൻ കഴിയും. താങ്കൾ ഉന്നയിച്ച മറ്റൊരു വിഷയമാണ് ഈ മലയോര മേഖലയിലെ വിഷയം, EFL എന്നാണ് എനിക്ക് തോന്നിയത് പറഞ്ഞു കേട്ടപ്പോൾ. ആ വിഷയങ്ങളെ സംബന്ധിച്ച് അതേ കൂട്ടത്ത് കസ്തൂരി രംഗനും ഒക്കെ പറഞ്ഞതുകൊണ്ട്, അപ്പോൾ അത് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. അതിന് മുമ്പ് ഗാഡ്ഗില്ലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, എന്താണ് റിപ്പോർട്ട്, ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ചും കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരുണ്ട്. ഏതാണ് കൂടുതൽ മെച്ചം എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ ഉള്ളത് യൂണിറ്റായി എടുത്തത് വില്ലേജുകളെയാണെങ്കിൽ ഇത് മൊത്തത്തിലെടുത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ചില വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ആൾപ്പാർപ്പുള്ളതും ജനവാസ കേന്ദ്രങ്ങളുമായിട്ടുള്ള പ്രദേശങ്ങളെ അതിൽ ഉൾപ്പെടുത്തിയപ്പോഴുള്ള ആശങ്ക കൃഷിക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേസമയം നമ്മുടെ വനവും വനസംരക്ഷണവും എന്ന് പറയുന്നത് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നൊരു കാര്യമല്ല. നമ്മുടെ സംസ്ഥാനത്തെ നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ പറയാം, 26-27% വനമേഖല. അത് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ യാതൊരു കാരണവശാലും ഉണ്ടാക്കാൻ പാടില്ല. അതേസമയം ജനവാസ കേന്ദ്രങ്ങളിലോ ജനങ്ങൾ പാർക്കുന്ന പ്രദേശങ്ങളിലോ അവരുടെ വീടുകൾക്കോ ഒരു തരത്തിലുള്ള പ്രശ്നവും സൃഷ്ടിക്കാത്ത വിധം ഇത് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് പിന്നീടുള്ള ആലോചനകളും ചർച്ചകളും ഒക്കെ നടന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ അതൊക്കെ തന്നെ പൂർണ്ണമായി ഒഴിവാക്കി ഇവിടെ ഫ്ലാറ്റ് നിർമ്മിച്ചാൽ, ഫ്ലാറ്റുകളിൽ ആളുകളെല്ലാം താമസിച്ചാൽ വനമേഖലക്ക് വിസ്തൃതി കൂടും, വിസ്തൃതി ഉണ്ടാക്കാമെന്ന് കരുതിയാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പലരും ഫ്ലാറ്റുകളിൽ താമസിക്കേണ്ടി വരുന്നത് മറ്റു പല സൗകര്യങ്ങളില്ലാത്തപ്പോഴാണ്. സ്വന്തമായൊരു വീടും വെച്ച് കഴിയാൻ കഴിയാത്തപ്പോഴാണ്. ഞങ്ങളൊരു ശ്രമം നടത്തി നോക്കി. നമ്മുടെ ഫിഷർമെൻ ഏരിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവിടെ ഫ്ലാറ്റ് നിർമ്മിച്ച് താമസിക്കുക. അവർ യാതൊരു കാരണവശാലും തയ്യാറല്ല. അവർ കടലിന് അടുത്ത് ഈ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഉള്ളപ്പോഴും, കടലാക്രമണമുള്ളപ്പോഴും, വർഷാവർഷം വീടുകൾ തന്നെ തകർന്നു പോകുമ്പോഴും അവർ പറയുക അവിടെയാണ് ഞങ്ങൾക്ക് ഫ്ലാറ്റിൽ താമസം വേണ്ട. അപ്പം എല്ലാവരും ഫ്ലാറ്റിൽ താമസിക്കാൻ താല്പര്യത്തില്ല. പക്ഷേ തീർച്ചയായും ഒരു കാര്യം നമുക്ക് ആലോചിക്കാവുന്നതാണ്, ആവശ്യത്തിന് ഭൂമി ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു 50 സെൻറ്റ് ഭൂമി ഉണ്ടായാൽ തന്നെ ഒരുപാട് 50-ലധികം കുടുംബങ്ങളെ താമസിക്കാൻ കഴിയുന്ന ഒരു സെൻറ്റിൽ ഒരു കുടുംബം എന്ന രീതിയിൽ വരെ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച്, അത് പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലായിടത്തും അങ്ങനെയാണെന്ന് കരുതുന്നതിൽ അർത്ഥമില്ല. പ്രായോഗികമായി എവിടെ സാധ്യമാകുമെന്ന് നോക്കുകയും അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ കുഴപ്പം. ഞാൻ ആദ്യം തന്നെ റവന്യൂ വകുപ്പ് മന്ത്രിയെ അഭിനന്ദിക്കുകയാണ്. ഞാൻ റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതോടൊപ്പം തന്നെ ജോയിൻറ്റ് കൗൺസിൽ എന്ന സർവീസ് സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഞാൻ അഭിനന്ദിച്ചത് കഴിഞ്ഞ 5 വർഷം 5 പ്രാവശ്യം സ്ഥലം മാറ്റപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ. സ്ഥലം മാറ്റമെന്ന് പറയുന്നത് ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ പീഡനകരമായ ഒരു ഇടപാടാണ്. ഇവിടെ ഈ റവന്യൂ വകുപ്പിൽ ഈ തവണ വളരെ സുഗമമായി നടന്ന ഒരു പ്രക്രിയ സ്ഥലമാറ്റമാണ്. അതിലേറ്റവും നിർണായക പങ്ക് വഹിച്ചത് റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. നോംസ് അനുസരിച്ചല്ലാതെ ഒരു സ്ഥലമാറ്റവും നടത്താൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി മന്ത്രി കാണിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് സംഘടനകൾക്ക് പോലും അതിൽ ഒരു അധികപ്പറ്റ് കാണിക്കാൻ കഴിഞ്ഞില്ല. അത് സത്യത്തിൽ ഉള്ളിൽ അഭിമാനത്തോടു കൂടി ഓർക്കുകയും അതിനുള്ള അഭിനന്ദനം ആദ്യം തന്നെ പറയുകയും ചെയ്യുകയാണ്. മറ്റൊരു കാര്യം, സത്യസന്ധരായ ഒരുപാട് ജീവനക്കാർ, ഏതാണ്ട് ഒരു 17,800ഓളം ജീവനക്കാർ റവന്യൂ വകുപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിലൊരുപാട് ജീവനക്കാർ സത്യസന്ധരാണ്. അതോടൊപ്പം തന്നെ ആ സത്യസന്ധരായ ജീവനക്കാരെല്ലാം അനുഭവിക്കുന്ന ഒരു നിസ്സഹായതയുണ്ട്. നിസ്സഹായത എന്ന് പറയുന്നത് ഇതിൽ ഇലീഗലായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാണിക്കാനോ അവർ അഴിമതിക്കാരാണെന്ന് പറയാനോ നിയമപരമായി അവരെ ഒന്ന് പുറത്താക്കി കളയാനോ കഴിയാത്ത ഒരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ സംഘടനാപരമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം,
സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് അതിനൊരു നിയമത്തിൻ്റെ പിൻബലം വേണം എന്നുള്ളതാണ്. ഇതിനെയൊക്കെ ഇത്തരം എലമെൻസിനെ ഒന്ന് പുറത്താക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ഒരു സ്റ്റോപ്പ് മെമ്മോ നമ്മൾ കൊണ്ടുപോയി കൊടുത്താൽ, ഇപ്പോൾ ഭൂമിയുടെ കാര്യം പറഞ്ഞു, ഭൂമിയുടെ മേലുള്ള സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷം പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇപ്പോൾ വാഗമണ്ണി പോയാൽ പോലും നമുക്കറിയാം ഇത്രയും സുന്ദരമായൊരു ഭൂപ്രദേശം അനധികൃത കയ്യേറ്റങ്ങളുടെ ഒരു മേഖലയായി മാറിയേക്കുകയാണ്. അതുപോലെ കേരളത്തിൽ എവിടെ സഞ്ചരിച്ചാലും അനധികൃത കയ്യേറ്റം നമുക്ക് ഇഷ്ടം പോലെ കണ്ടെത്താൻ കഴിയും. ലക്കും ലഗാനുമില്ലാതെ ഭൂമി നികത്തുന്ന പ്രദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുന്നും മലയാണ് കച്ചവടം ചെയ്യുന്നത്. ഈ ഭൂമാഫിയ അതിൻ്റെ സംഘത്തലവന്മാരൊക്കെ ചെയ്യുന്നത് മലയ്ക്ക് വില പറയാം, മല അതേപടി വാങ്ങിക്കൊണ്ട് ടോറസ് പോലെയുള്ള വലിയ വണ്ടിയിൽ കൊണ്ടുപോവുകയാണ്. അങ്ങനെ കൊണ്ടുപോയാണ് ഇത് നികത്തുന്നത്. ഒരു സാമൂഹ്യ നിയന്ത്രണവും പാലിക്കപ്പെടുന്നില്ല. സാമൂഹ്യ നിയന്ത്രണം പാലിക്കണം. കയ്യിലിരിക്കുന്ന നിയമം കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ നിസ്സഹായനാവുന്നു. ജില്ലാ കളക്ടർ വിളിച്ചു പറയുകയാണ് ഇന്ന സ്ഥലത്ത് ഭൂമി നികത്തുവാണ്, ആരെങ്കിലും വിളിച്ചു പറയും. നമ്മൾ സ്റ്റോപ്പ് മെമ്മോയുമായി ചെന്നാൽ എളിപ്പനായി തിരിച്ചു വരാമെന്നുള്ളതല്ലാതെ ഒരു കാര്യവും നടക്കില്ല. അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം സമരം ചെയ്തു ഈ കേരളത്തിൽ. പല സന്ദർഭത്തിലും താലൂക്ക് ഓഫീസിലും ജില്ലാ കളക്ടറേറ്റിലും ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നത് മണൽ മാഫിയകളുടെ കൈകളിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ്. ബലമായി കുന്നത്താട് താലൂക്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ പോക്കറ്റ് വലിച്ചു കീറി ആ മറ്റേ വണ്ടിയുടെ താക്കോല് വാങ്ങി വണ്ടി എടുത്തുകൊണ്ടങ്ങ് പോയി. പോലീസിനൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു. ഞങ്ങൾ അവസാനം പണിമുടക്ക് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് അവസാനം ഒരു പോലീസ് ആക്ഷനിലേക്ക് പോലും അത് വന്നത്. അത്രമാത്രം നിസ്സഹായത നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അനുഭവിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ കൈകാര്യം ചെയ്യുന്നതിൽ മാത്രം ആണ് കുഴപ്പം എന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. നിയമവും ചട്ടവും ഒരുപാട് മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരുപാട് നിയമങ്ങളും ചട്ടങ്ങളും നമുക്ക് പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്നാണ് അത് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടി എനിക്ക് പറയാനുള്ളത്. അത് വളരെ അടിയന്തരമായി നമ്മൾ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. ജനസമ്പർക്ക പരിപാടി നടത്തി കഴിഞ്ഞ മുഖ്യമന്ത്രി വലിയ ഒരു മഹാമേള പോലെ നടത്തിക്കൊണ്ടിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചപ്പോൾ മുഖ്യമന്ത്രി ആ ജനസമ്പർക്ക പരിപാടി നടത്തിയ മുഖ്യമന്ത്രിക്ക് ഇരുന്ന ഇരിപ്പിൽ തന്നെ പല നിയമങ്ങളും തടസ്സങ്ങളായി മാറുന്ന അനുഭവം അദ്ദേഹത്തിന് തന്നെ ഉണ്ടായി. അദ്ദേഹം അത് തിരുത്തണതിനെ സംബന്ധിച്ച് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ പ്രാഥമികമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഈ നിയമങ്ങളും ചട്ടങ്ങളും ഒന്ന് പുനഃപരിശോധിച്ചിട്ട് കൂടുതൽ ജനാഭിമുഖ്യമുള്ളതായി നിയമങ്ങളെ മാറ്റാൻ പാകത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട്. അതിനൊരു തുടക്കം കുറിക്കാൻ ഈ മുന്നണി ഗവൺമെൻറ്റിന് കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറ്റൊന്ന്, റീസർവേ എന്ന് പറയുന്നത് ഞങ്ങൾ അതിലെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് പറയുക, അതിനൊറ്റ പ്രതിവിധി മാത്രമേ ഉള്ളൂ. റീസർവേ നമ്മുടെ ഈ ലിറ്ററസി മിഷൻ പോലെ ഒരു ജനകീയ പ്രസ്ഥാനമായി അത് മാറണം. റീസർവേക്ക് ഒരു സ്ഥലത്ത് ആരുടെയെങ്കിലും ഒരു സ്ഥലം അളക്കാൻ ചെന്നാൽ ഒരു നോട്ടീസ് കൊടുക്കും. അയാൾക്ക് നോട്ടീസ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള അന്വേഷണമില്ല. ഇയാൾ അവിടെ ചെല്ലുന്നു, ചിലപ്പോൾ വീട് പൂട്ടിക്കിടക്കും. അത് പ്രോപ്പറായിട്ട് അളക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അങ്ങനെ പ്രോപ്പറായിട്ട് അളക്കാൻ കഴിയാതെ വരുമ്പോൾ നാട്ടിൽ പോണേ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണ് ആ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നത്. അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. ആ ഏറ്റക്കുറച്ചിൽ പരിഹരിക്കാനായിട്ടാണ് ഈ മാതിരി പെറ്റീഷൻസ് വരുന്നത്. ഇപ്പോൾ ഞാൻ കൊച്ചി താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. കൊച്ചി താലൂക്കിൽ ഞാനിരിക്കുന്ന ഓഫീസിൻ്റെ തൊട്ട് റീസർവേയുടെ ഓഫീസുണ്ട്. അവിടെ വരുന്ന ആളുകൾ, പരാതികൾ, പക്ഷേ അവിടെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും ഒന്നും മോശപ്പെട്ടവരല്ല, നല്ല ഉദ്യോഗസ്ഥർ നന്നായി ഇത് കൈകാര്യം ചെയ്ത് വിടുന്നുണ്ട്. പക്ഷേ ഈ പരാതി വരുന്നത് ഇതൊരു ജനകീയ പ്രസ്ഥാനമായി മാറാത്തത് കൊണ്ടാണ്. അത് നല്ലൊരു ജനകീയ പ്രസ്ഥാനമായി മാറി മുഴുവൻ സ്ഥലങ്ങളിലും നോട്ടീസ് കൊടുത്ത് ഇങ്ങനെ ഒരു പ്രക്രിയ നടക്കുന്നു എന്നുള്ള നിലയ്ക്ക് കൊണ്ടുവന്നാൽ 881 വില്ലേജുകൾ ഇനിയും കേരളത്തിൽ റീസർവേ നടക്കേണ്ടതായി അവശേഷിക്കുന്നുണ്ട്. അത് അവശേഷിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയാൻ കാരണം, റീസർവേ പൂർത്തീകരിച്ച് റവന്യൂ റെക്കോർഡ്സ് പക്കയാക്കി റവന്യൂ വകുപ്പ് ഭരിക്കാനായി അത് വാങ്ങിയില്ലെങ്കിൽ ഒരു വില്ലേജ് ഓഫീസറോട് ചോദിച്ചാൽ പോലും ആ വില്ലേജ് ഓഫീസർക്ക് പറയാൻ കഴിയില്ല ഇവിടെ ഇത്ര സ്ഥലം പുറമ്പോക്കുണ്ട്, ഇത്ര സ്ഥലം ഇന്നയാളുടെ ഹോൾഡിങ്സ് ആണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു വല്ലാത്ത ദുരവസ്ഥ കേരളത്തിലെ മുഴുവൻ വില്ലേജുകളിലും നിർഭാഗ്യവശാൽ നിലനിൽക്കുന്നുണ്ട്. അതിന് ഈ നല്ല, ഞാൻ അങ്ങനെ തന്നെ പറയണം, ആ പദവി ഉപയോഗിക്കുന്ന നല്ല മന്ത്രിക്കും ഈ മുന്നണി ഗവൺമെൻറ്റിനും കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. അതിന് തുടക്കം കുറിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വകുപ്പിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞതിന് പ്രത്യേകം നന്ദി പറയാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം, ഈ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരാകെ കുഴപ്പമെന്നുള്ള അർത്ഥത്തിലല്ല. എങ്കിൽ പോലും അതിൻ്റേതായ അശ്രദ്ധയും അതിൻ്റേതായ കെടുകാര്യസ്ഥതയും ആലസ്യവും അലംഭാവുമെല്ലാം അതിന് വഴിവെക്കുന്നുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകൾ നമുക്കുണ്ട്. നിലവിലിരിക്കുന്ന നിയമങ്ങൾ മാറേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ചത് തീർച്ചയായും നമുക്ക് പരിശോധിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ വളരെ പഴയ കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായിരുന്ന നിയമങ്ങൾ പോലും അടിസ്ഥാനപരമായി മാറ്റം വരുത്താതെ പലതും തുടരുന്നതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായ കാലാനുസൃതമായ വിധത്തിൽ അത് നടപ്പാക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ട്.
അത്തരം ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വിഷയങ്ങൾ പ്രത്യേകമായി പരിശോധിക്കാൻ സംവിധാനമുണ്ടാക്കുകയും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം വിഷയമല്ല. റവന്യൂവിലുള്ളത് റവന്യൂ മാറ്റണം എന്ന് പറയുമ്പോൾ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം അതുണ്ട്. അത് ഗവൺമെൻറ് തന്നെ മൊത്തത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുത്ത് പരിശോധിച്ച് നടപ്പാക്കുന്നതിന് വേണ്ടി പുതിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുന്നതായിരിക്കും. ഇതിലൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ റീസർവേയെക്കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അതൊരു ജനകീയ ഇടപെടലുണ്ടാകണം, അല്ലെങ്കിൽ ജനങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ട് നടത്തണമെന്ന് പറയുന്നത് ഇതുവരെ നടത്തിയ രീതിയിൽ ഒരു ജനങ്ങളിലുള്ള ഒരു അസംതൃപ്തി കൊണ്ടാണ്. ആ അസംതൃപ്തി പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് 50 വർഷമാകുന്നു. അതിൽ 881 വില്ലേജാണ് ഇപ്പോൾ റീസർവേ നടത്തി കഴിഞ്ഞത്. 873 വില്ലേജുകൾ ബാക്കി നിൽക്കുകയാണ് 1664. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഇപ്പം എന്നോട് ചോദിച്ചു ചിലരും, അപ്പോൾ കഴിഞ്ഞ 2012 ഒക്ടോബറിൽ റീസർവേ നിർത്തിവെച്ചിരിക്കുകയാണ് UDF ഗവൺമെൻറ്. അപ്പോൾ ആ ഗവൺമെൻറ് നിർത്തിവെച്ചത് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പുനരാരംഭിക്കും. അപ്പോൾ ആളുകൾ വന്ന് എന്നോട് ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യം, അപ്പോൾ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞു, അപ്പോൾ ഇനിയൊരു 50 വർഷം ഇത് കഴിയുമല്ലോ ഇത് തീരാൻ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് അതിൽ നമ്മുടെ റീസർവേ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തെക്കുറിച്ചൊരു മതിപ്പില്ലായ്മക്ക് വഴിവെക്കുന്നത്. അതിന് വ്യക്തമായ രീതിയിൽ നമുക്ക് അവരോട് മറുപടി പറയാൻ കഴിയണം, ജനങ്ങളോട് അത് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് കഴിയണം. എന്താ ന്യായം? നമ്മൾ ഈ മാറിയ സാഹചര്യത്തിനനുസരിച്ച് ആധുനിക സംവിധാനങ്ങളോടുകൂടി അതിനേക്കാൾ വളരെ ചുരുങ്ങിയ സമയത്ത് ഈ പറഞ്ഞതുപോലെ ജനങ്ങളുടെ കൂടി സഹകരണവും സഹായവും പിന്തുണയും, ഇതിനൊക്കെ വലിയ ജനപിന്തുണ ആവശ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നമ്മുടെ ഗ്രാമതലങ്ങളിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ കുറേയൊക്കെ സഹായിക്കാൻ കഴിയും. ഇത് അവരിൽ നിന്നൊക്കെ വേർപെട്ട് ഒറ്റയ്ക്ക് നിന്ന് ഞങ്ങൾ മാത്രം നിർവഹിക്കേണ്ടതാണ് എന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാരും ഇത് ഞങ്ങൾക്ക് വലിയ കാര്യമില്ലെന്ന് ജനങ്ങളും തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഇത് നിശ്ചിത സമയപരിധിയിൽ തീരാതെ പോയത്. അതിന് പകരം നല്ല സഹകരണത്തോടെ നടപ്പാക്കാനും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാനും എന്ന് പറഞ്ഞാൽ പുതിയ സംവിധാനങ്ങൾ, ടോട്ടൽ സ്റ്റേഷൻ പോലുള്ള പുതിയ യന്ത്രങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് പഴയ സർവേയും മറ്റ് നടപടികളുമൊക്കെ നടത്താനെടുത്ത സമയമൊന്നും വേണ്ടി വരില്ല. അതിനേക്കാൾ GSPO എന്താണ് പുതിയ സംവിധാനങ്ങൾ കൂടിയുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ട് പിന്നെ അതിലൊരു വിഷയമുള്ളത്, അത് കുറച്ച് ജീവനക്കാർക്കൊക്കെ കുറച്ച് അതൃപ്തി ഉണ്ടാക്കുന്ന വിഷയമായിരിക്കും. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ജീവനക്കാരിൽ ഒരു വലിയ വിഭാഗം ആളുകൾ അവർക്ക് ഈ സംസ്ഥാനം ഒരു പൊതുവായി കണ്ടുകൊണ്ട് അവർ ആ ജോലിക്ക് തയ്യാറാകാത്ത സ്ഥിതിയുണ്ട്. വടക്കൻ മേഖലയിലെ ജില്ലകളിലേക്ക് പോകാൻ ആരുമില്ല. കാസർഗോഡ്, കണ്ണൂർ, വയനാട് തുടങ്ങിയ ജില്ലകളിലേക്ക് ആളുകളെ അയച്ചാൽ അവർ ഏതെങ്കിലും മാർഗത്തിൽ തിരിച്ചിവിടെ വരുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊരു പരിശോധന നടത്തിയപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ സർവേ ഡിപ്പാർട്ട്മെൻറ്റിലെ സംഘടനാ നേതാക്കളുമായി അത് സംസാരിച്ചു. അവരൊക്കെ പറഞ്ഞപ്പോൾ അവരോടൊരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞു, കേരളം ഒന്നേ ഉള്ളൂ, ആ കേരളത്തിൽ എല്ലായിടത്തും വർക്ക് ചെയ്യണം. ഒരു കാര്യമാണ്, എല്ലാ ട്രാൻസ്ഫറുകൾക്കും ഏത് തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഒരു മാനദണ്ഡമുണ്ടാകും. 10 വർഷം ഇവിടെ നിന്നയാൾ ആദ്യം പോകണം, പിന്നെ 9 വർഷം, പിന്നെ 8, പിന്നെ 7, പിന്നെ 6, 5 അധിക കാലം ഇരുന്നയാൾ ആദ്യം പോകണം മറ്റ് ജില്ലകളിലേക്ക്. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരേ സ്ഥലത്ത് ഒരാളെ ഇരുത്തുക? അപ്പോൾ തീരെ ആളുകളില്ലാത്ത സ്ഥലങ്ങൾ വടക്കൻ മേഖലകളിൽ കൂടി പോവുകയും ഇപ്പോൾ അവിടെയൊന്നും റീസർവേ നടന്നിട്ടില്ല. നടക്കാത്തത് കൊണ്ട് നടന്നതിനെ സംബന്ധിച്ചുള്ള പരാതികൾ പറയുന്ന പോലെ പരാതി അവിടെ ഇല്ലതാ, അത് വേറൊരു വിഷയമാണ്. നടന്നതിനെക്കുറിച്ചുള്ള പരാതി പലയിടങ്ങളിലും ഉണ്ടല്ലോ. ഇപ്പോൾ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ താങ്കൾ ഇവിടെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആ സമയത്ത് വിട്ടുപോയതാണ്. ഇത് പറയുന്ന കൂട്ടത്തിൽ റീസർവേയുടെ കൂട്ടത്തിൽ അത് വീണ്ടും ഓർമ്മ വന്നു. 851 വില്ലേജുകൾ റീസർവേ ചെയ്തതിൽ 500 ചില്ലാനം ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ആ വില്ലേജുകൾ പോലും. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ കുറ്റമറ്റ രീതിയിൽ രേഖകളൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി അവിടുത്തെ പരാതികളെല്ലാം പരിഹരിച്ച് ഡിജിറ്റൈസ് ചെയ്തു പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ റിസർവേ സംവിധാനത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി അതിൻ്റെ കുറവുകൾ പരിഹരിച്ച് എന്തു തന്നെയായാലും പുനരാരംഭിക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ റീസർവേ നടപടികൾ ഇപ്പോൾ നാളെ മറ്റന്നാളോ തീരുമെന്ന അർത്ഥത്തിൽ ഞാൻ പറയുകയല്ല, ഇനി 50 ആണ്ട് എടുക്കാതെ വളരെയധികം അതിനെ കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ കേരളത്തിൽ റീസർവേ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ അതിലെ ജീവനക്കാരെയും
അതിൻ്റെ മുഴുവൻ ആളുകളെ വിശ്വാസത്തിലെടുക്കുകയാണ്. പക്ഷേ അവരുടെ ഈ പറയുന്ന എല്ലായിടത്തും പോകാൻ പറ്റില്ല എന്ന് പറയുന്ന സമീപനത്തിൽ മാറ്റം വരുത്തിയേ മതിയാവൂ. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല. മണൽ മാഫിയയുടെ ആക്രമണം മണൽ മാഫിയയുടെ ആക്രമണം സ്വാഭാവികമായും അത് അവിടെ മാത്രമല്ല, കേരളത്തിലെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ്. റവന്യൂ ജീവനക്കാർക്ക്, പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാ തരത്തിലുമുള്ള ഭീഷണികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശാരീരികമായ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത്ര കടുത്ത നിലപാടുകളൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നു. അത് വരാതിരിക്കാൻ ആവശ്യമായ വിധത്തിൽ പോലീസും റവന്യൂവും എല്ലാം സംയുക്തമായി ചേർന്നുകൊണ്ട് തന്നെ അത്തരം ഈ മണൽ മാഫിയകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ ശക്തമായ ഇടപെടൽ. സത്യത്തിലൊരു ഗവൺമെൻറ്റിൻ്റെ മുഖക്കണ്ണാടി എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസാണ്. അപ്പോൾ ആ വില്ലേജ് ഓഫീസറുടെ പ്രവർത്തനം, അവിടെ നടക്കുന്ന ജനങ്ങൾക്ക് ഉണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ, മോശമായ പെരുമാറ്റങ്ങൾ, അഴിമതി, കാലതാമസം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതായിരിക്കണം ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെയും ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ മുൻഗണന എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഇവിടെ വരുന്നതിന് 2 മണിക്കൂർ മുമ്പാണ് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അതിനുശേഷമാണ് ഓഫീസ് പോയി വന്നത്. ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സേവനാവകാശ നിയമത്തിൻ്റെ ബോർഡ് വെക്കണം എന്ന് പറഞ്ഞാൽ ഈ കടകളിൽ സാധനങ്ങളുടെ വില നിർണ്ണയിക്കുന്ന ബോർഡ് വെക്കണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ വെക്കും. കാരണം എന്താ പറഞ്ഞാൽ 2012 റവന്യൂ വകുപ്പിൽ ഉത്തരവിറക്കി. ഇന്ന് വരെ അത് നിർബന്ധപൂർവമായി വെക്കണമെന്ന രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞു വരിക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ വളരെ കർശനമായി ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനം ഇത്ര ദിവസത്തിനകത്ത് ഇത് കിട്ടിയിരിക്കണമെന്ന രീതിയിൽ ചില കാര്യങ്ങളിലൊക്കെ തീരുമാനിച്ചാൽ എല്ലാ ഓഫീസുകൾക്കും അത് ബാധകമാകും. അപ്പം അതുകൊണ്ട് വില്ലേജ് ഓഫീസുകൾ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് സമീപിക്കുന്ന ഒരു ഭരണത്തിൻ്റെ പ്രധാന കേന്ദ്രമെന്ന നിലയിൽ ആ കേന്ദ്രത്തിൽ നിന്നുള്ള അവരുടെ സമീപനവും പെരുമാറ്റവുമാണ് ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തുക എന്നതുകൊണ്ട് തീർച്ചയായും കേരളത്തിലെ മുഴുവൻ വില്ലേജ് ഉദ്യോഗസ്ഥന്മാരും അതിൽ വളരെ ജാഗ്രതയോടുകൂടി പെരുമാറണം, നിലപാട് സ്വീകരിക്കണമെന്ന് ഒരു പൊതു നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്നൊരു മാറ്റം ഉണ്ടായേ മതിയാവും. എല്ലാവരും കുഴപ്പക്കാരാണെന്നല്ല, പക്ഷേ കുറേ ആളുകളെങ്കിലും പലവിധ താല്പര്യങ്ങൾക്ക് വേണ്ടി അത് തങ്ങളിൽ അർപ്പിതമായ ആ ഉത്തരവാദിത്വം ദുർവിനിയോഗം ചെയ്യും. 56 മിനിറ്റായി. ഒറ്റ മിനിറ്റ്. RDO ഓഫീസുകളുടെ കാര്യത്തിൽ അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു നയപരമായ തീരുമാനമെടുക്കേണ്ടതാണ്. ചില മറ്റ് മേഖലകൾ കൂടി ആവശ്യമായി വരും. മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. തീർച്ചയായും നയപരമായൊരു തീരുമാനമെടുത്ത ആവശ്യമായ കേന്ദ്രങ്ങളിൽ റവന്യൂ ഡിവിഷൻ ഓഫീസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആലോചനകളിൽ കൂടി നടത്തും. ഭൂമിയുടെ ലഭ്യതക്കനുസരിച്ച് 3 സെൻറ്റല്ല 5 കൊടുക്കുകയോ 10 കൊടുക്കുകയോ ഒക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമുള്ളതാണ്. ഭൂമി എത്രമാത്രം ലഭിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടി വരും. തീർച്ചയായും ഈ കാലാവധിക്ക് മുമ്പ് മുഴുവൻ ആളുകൾക്കും ഭൂമി കൊടുത്തേ മതിയാവൂ എന്ന് തന്നെയാണ് കാര്യം. ഞാൻ 30 വർഷം ബ്രൂണെ പോയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാ വീടിനും താഴ്വശം അവർക്ക് ഈ പാർക്കിങ്ങും കളിക്കാനും ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ ഈ ആർക്കിടെക്ചറായിട്ട് സംബന്ധിച്ച് നമ്മുടെ ഹൗസിങ്ങിനകത്തൊരു സെക്ടർ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ പാർക്കിംഗ് നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. കാരണം ഇപ്പോൾ ഗവൺമെൻറ് ബിൽഡിംഗ് തന്നെ എല്ലാം വന്നിടത്തൊന്നും പ്രോപ്പർ പാർക്കിംഗ് ഇല്ല. ഇവിടെ തന്നെ ഈ ട്രാൻസ്ടവർ തന്നെ പണ്ട് നല്ലൊരു ബിൽഡിംഗാണ്, അവിടെയും പാർക്കിംഗ് പ്രശ്നമാണ്. ശരിക്കും ഞാൻ ഗ്രൗണ്ട് ഫ്ലോറും അതിൻ്റെ താഴെയൊക്കെ പാർക്കിംഗ് സുഖമായിട്ട് ആക്കായിരുന്നു. ഇവിടുത്തെ ട്രിഡായി എല്ലാം തന്നെ. അപ്പോൾ ആ ഒരു അതായത് ഗവൺമെൻറ് ബിൽഡിങ്ങിനെങ്കിലും ആവശ്യത്തിന് പാർക്കിംഗ് സംവിധാനം സ്ഥലം നമുക്കില്ല. പക്ഷേ ആ ഗ്രൗണ്ട് ഫ്ലോർ അതിന് താഴെ 1-2 എടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും സജഷൻസാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുന്നിൽ എനിക്ക് സമർപ്പിക്കാനുള്ളത് ഹൗസിംഗ് സെക്ടറിനെ സംബന്ധിച്ച്. ഞാൻ ഒറ്റ വാക്കിൽ പറയാം, സമയമായിട്ടുണ്ടാവും. താങ്കൾ ഉദ്ദേശിച്ച പോലെ ഈ ഹൗസിംഗ് വകുപ്പിൻ്റെ ഹൗസിംഗ് ബോർഡിൻ്റെ നിയന്ത്രണത്തിൽ വരുന്നതല്ല പല കാര്യങ്ങളും. അതിനൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ കൈകാര്യത്തിൽ ഇരിക്കുന്നതാണ്. പട്ടണങ്ങളുടെ ഈ പറയുന്ന നമ്മുടെ പുതിയ ടവർ നിർമ്മാണം അല്ലെങ്കിൽ ചാലാക്കമ്പോളത്തിലുണ്ടാകുന്ന ഇന്നത്തെ അവസ്ഥ മാറ്റിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമ്മുടെ നഗര ആസൂത്രണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. സംഗതി എന്താ പറഞ്ഞാൽ നമ്മുടെ ഹൗസിംഗ് ബോർഡ് വളരെ പരിമിതമായ ചില കാര്യങ്ങൾ മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. വായ്പ വാങ്ങി വായ്പ കൊടുത്ത് അതിൽ നിന്ന് അത് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്നെ ഒരു കാര്യമുള്ള എന്താ പറഞ്ഞാൽ ഹൗസിംഗ് ബോർഡിൻ്റെ പേരിലുള്ള പല സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ നല്ല ടവറുകൾ നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ പർപ്പസിനുള്ള ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ച് അത് കൊടുത്ത് അങ്ങനെയൊക്കെ നിലനിർത്തി പോകാൻ മാത്രമേ നമുക്ക് കഴിയൂ. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരവസ്ഥ. സംവാദം അവസാനിക്കേണ്ട സമയമായി. അതിന് സമാപനം കുറിക്കുന്നതിന് വേണ്ടി ഇവിടെ നടന്ന സംവാദത്തെക്കുറിച്ച്, ഉന്നയിക്കപ്പെട്ട ആശങ്കകളെക്കുറിച്ച്
വന്ന അഭിപ്രായങ്ങളെക്കുറിച്ച്, നിർദ്ദേശങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ മന്ത്രി സമാഹരിച്ച് എന്തെങ്കിലും പറയാനുള്ളത് പറയും. ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വളരെ വിലപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട്. ഇതൊരു അനുഭവ പാഠമായി എടുക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വേദികളിൽ ചർച്ച ചെയ്യാനും ആവശ്യമായ വിധത്തിൽ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനും നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സഹായകരമാകും എന്ന് ഞാൻ കരുതുകയാണ്. എൻ്റെ ഔദ്യോഗികമായ കൃത്യനിർവഹണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഈ അഭിപ്രായങ്ങൾ എനിക്കൊരു വലിയ അനുഭവ സമ്പത്താവും എന്ന് ഞാൻ കരുതുകയാണ്. മിനിസ്റ്റർ ഓൺ എ മിഷൻ്റെ വളരെ ഫലപ്രദമായ ഒരു ലക്കത്തിനു കൂടി ഇവിടെ സമാപനം കുറിക്കുകയാണ് എന്ന് പറയുന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കേൾക്കുകയും വളരെ വിദഗ്ധമായി ആത്മാർത്ഥതയോടെ മറുപടി പറയുകയും ചെയ്ത മന്ത്രി ഇ ചന്ദ്രശേഖരന് ഞങ്ങൾ ഇവിടെ നന്ദി പറയുകയാണ്. ഒരു മുൻ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, ദശാബ്ദങ്ങളുടെ പരിചയം തന്നെ ഉള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. എനിക്ക് തന്നെ വലിയൊരു പാഠമായി എന്ന മന്ത്രിയുടെ ഒരു വാക്യം ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട്. അത്തരത്തിൽ സഫലമായൊരു ചർച്ച സംഭവിപ്പിച്ചതിന് സദസ്സിലെത്തിയ അതിഥികളോടും നന്ദി പറയുന്നു. നമസ്കാരം.